കാറിൻ്റെ കിടപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാകും വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. നമ്മൾ നിൽക്കുന്ന സമയത്ത് ശബരിമല തീർത്ഥാടകരായ ചില ആളുകളെ അതിലൊരാൾക്ക് ചെറിയ തോതിലുള്ള പരിക്കുണ്ട്. അയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് സേനാംഗങ്ങളും ചെയ്തിരുന്നത്. സ്വാഭാവികമായി പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി, ഫയർഫോഴ്സും ആ സമയത്ത് തന്നെ സ്ഥലത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അവർ എത്രയും പെട്ടെന്ന് തന്നെ ആ വാഹനങ്ങളൊക്കെ അവിടെ നിന്ന് ക്ലിയർ ചെയ്തു. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ഒരാൾക്ക് ഈ ജീവനുണ്ടായിരുന്നു. അതൊരു സ്ത്രീ ആയിരുന്നു. അവരുടെ പേരാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു അനു ബിജു എന്നത്. അവരെ പെട്ടെന്ന് തന്നെ നാട്ടുകാർ ആ വാഹനത്തിനുള്ളിൽ നിന്ന് പുറത്തെടുത്ത് ആംബുലൻസിൽ കയറ്റി ആദ്യം കോന്നി താലൂക്ക് ആശുപത്രിയിലേക്കും അതുകൂടാതെ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ മുത്തൂറ്റ് ആശുപത്രിയിലേക്കും എത്തിച്ചു. പക്ഷേ അവർക്ക് ജീവൻ നഷ്ടമായി എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. നിഖിൽ ഈപ്പൻ മാത്യു എന്ന പേരാണ് ഈ വാഹനം ഓടിച്ച ആളുടെ ലൈസൻസിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് അനുവിൻ്റെ ഭർത്താവാണെന്ന് പറയപ്പെടുന്നു. ഇത് കൂടാതെ മറ്റ് തരത്തിൽ അവരുടെ പേരും പ്രസൻറ്റ് അഡ്രസ് പുത്തൻ തുണ്ടിയിൽ ഹൗസ്, മല്ലശ്ശേരി PO, പ്രമാടം, പത്തനംതിട്ട. അതായത് പത്തനംതിട്ട നഗരത്തിലുള്ള ആളുകൾ തന്നെയാണ്, പ്രമാടം സ്വദേശികളാണ്. എന്തായാലും ഈ പറയുന്ന ആളാണ് വാഹനം ഓടിച്ചിരുന്നത്. ഇത് കൂടാതെ ഇതിൽ 2 പേർ കൂടി ഉണ്ടായിരുന്നു. അതായത് മാത്യു ഈപ്പൻ, അതായത് മത്തായി ഈപ്പൻ എന്ന ആളും അതുപോലെ ബിജു എന്ന ആൾ കൂടി, അതായത് നിഖിലിൻ്റെ പിതാവും അതുപോലെ തന്നെ അനുവിൻ്റെ പിതാവും ഇതിൽ ഉണ്ടായിരുന്നു, ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ 4 പേരാണ് ഉണ്ടായിരുന്നത്. 3 പേർക്ക് തൽക്ഷണം മരിച്ചു. അതുകൂടാതെ അപ്പുറത്തേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് നിഖിലിൻ്റെ ഭാര്യയായ അനു ബിജുവിനെയാണെന്ന് മനസ്സിലാക്കുന്നു. അവർ മുത്തൂറ്റ് ആശുപത്രിയിൽ വെച്ചാണ് അവരുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. മുത്തൂറ്റ് ആശുപത്രിയിൽ നിന്ന് അത്തരത്തിലുള്ള വിവരമാണ്, 4 പേരുടെ പേരുവിവരങ്ങൾ അങ്ങനെയാണ്, അവരുടെ വിവരമാണ് ലഭിക്കുന്നത്. 1 മാസം മുമ്പാണ് നിഖിലിൻ്റെയും അനുവിൻ്റെയും വിവാഹം കഴിഞ്ഞത് എന്ന് വിവരങ്ങൾ ലഭ്യമായി വരുന്നുണ്ട്. അതിനുശേഷം അനു വിദേശത്തേക്ക് മലേഷ്യയിലേക്ക് പോയി അവിടെ എന്തോ ഒരു തരത്തിലുള്ള ജോലി ചെയ്യുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് തിരിച്ച് ഇവരെ കൂട്ടാൻ വേണ്ടി പോയ വാഹനമാണ്, അവരെ കൂട്ടി വരുന്ന വഴിക്ക് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ നിന്ന് അവരെയും കൂട്ടി വരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ ഒരു വലിയ അപകടം സംഭവിച്ചത്. ആ അപകടത്തിലാണ് 4 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ഒരാളുടെ മൃതദേഹം മുത്തൂറ്റ് ആശുപത്രിയിലും മറ്റുള്ള ആളുകളുടെ മൃതദേഹം കോന്നി താലൂക്ക് ആശുപത്രിയിലുമാണ് ഉള്ളത്. മറ്റ് ഈ ശബരിമല തീർത്ഥാടകരുടെ തെലങ്കാന സ്വദേശികൾ, ഹൈദരാബാദ് വാഹനമാണ്, അവിടെ നിന്നുള്ള അയ്യപ്പന്മാരാണ്. ദർശനം കഴിഞ്ഞ് തിരിച്ചു മടങ്ങി വരികയായിരുന്നു. അവർ പറയുന്നത് തൊട്ടപ്പുറത്ത് സ്ഥലത്തേക്ക്, അതായത് വന്ന് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓവർടേക്ക് ചെയ്താകാം, ഒരുപക്ഷെ പുലർവേളയാണ്, പുലർകാലമാണ്, ഉറങ്ങിപ്പോയതാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അമിത വേഗമായിരുന്നു അപകട കാരണമെന്നതിനെക്കുറിച്ചൊക്കെ ഇനി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കി വരേണ്ടതുണ്ട്. എന്തായാലും കാറ് വന്നിടിച്ച് കയറുകയായിരുന്നുവെന്ന് ഈ അയ്യപ്പന്മാർ പറയുന്നുണ്ട്. സ്വാഭാവികമായി കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം മാത്രമേ ലഭ്യമാക്കാനാവുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ വളരെ വേദനാജനകമാണ്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചല്ല നമ്മൾ ആരും രാവിലെ എഴുന്നേൽക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ രാവിലെ ഇത്തരത്തിലുള്ള വാർത്ത, 4 മരണം പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഉണ്ടായിരിക്കുന്നു. കോന്നിയിൽ അപകടം ഉണ്ടായിരിക്കുന്നു. 4 മരണം സംഭവിച്ചിരിക്കുന്നു. കോന്നി മല്ലശ്ശേരി സ്വദേശികളാണ് അപകടത്തിൽ മരിച്ച 4 പേരും. ഒരു കുടുംബത്തിലെ 4 പേർ തന്നെയാണ് മരിച്ചിരിക്കുന്നത്. ശ്രീത്ത്, ഈ മൂവാറ്റുപുഴ പുനലൂർ ദേശീയപാത, അവിടെ ഈ മുറിഞ്ഞകല്ല് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നു. അവിടെയൊക്കെ ഈ ദേശീയപാതയുടെ ഒരു അവസ്ഥ എന്താണ്? ഇപ്പം നമ്മൾ പനയമ്പാടത്ത് കണ്ടതാണ്, അവിടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ആ അപകടം ഉണ്ടാക്കിയെന്ന് പറയുന്നു. വേഗം അല്പം കൂട്ടി വന്നാൽ തന്നെ വളവൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ അപകടം സംഭവിക്കുന്നു എന്നൊരു സുരക്ഷാ ഓഡിറ്റിങ്ങിലൂടെ കഴിഞ്ഞ ദിവസമാണ് അത് മനസ്സിലാക്കിയതൊക്കെ. അപ്പോൾ അത്തരത്തിൽ ഈ മുറിഞ്ഞകല്ല് എന്ന് പറയുന്ന ഈ സ്ഥലത്തെ ഒരു അവസ്ഥ എന്താണ്? അവിടെ ഇതിനു മുൻപ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ ഒരു ദൃക്സാക്ഷി പറയുന്നത് കണ്ടു, അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ മരണം സംഭവിക്കുന്ന ആദ്യമായിട്ടാണെന്ന് പറയുന്നു. അപ്പോൾ നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ ഉറങ്ങിപ്പോയതോ അല്ലെങ്കിൽ വേഗം കൂട്ടിയതോ ഒക്കെ ആകാം, അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചതാവാം അപകട കാരണം എന്ന് മനസ്സിലാവുന്നു. ഈ ഭാഗത്ത് CCTV ഒക്കെ ഉള്ളതാണോ? നമുക്ക് എങ്ങനെയായിരിക്കും ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ, എന്ത് സംഭവിച്ചു എന്ന് എപ്പോഴായിരിക്കും മനസ്സിലാക്കാൻ കഴിയുക? യെസ്, ശ്രീത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരികെത്താം. പത്തനംതിട്ട കോന്നി മുറിഞ്ഞകല്ലിലാണ് വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു എന്ന വളരെ സങ്കടകരമായ ഒരു വാർത്ത. ഞെട്ടലോടെയാണ് നമ്മൾ ആ വാർത്ത കേട്ടത്. പാലക്കാട് പനയമ്പാടത്ത് 4 കുഞ്ഞുങ്ങൾ മരിച്ച് അതിന്റെ ആഘാതം നമ്മളെ വിട്ട് മാറുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു അപകട വാർത്ത വരുന്നത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും ഒപ്പം എയർപോർട്ടിൽ നിന്നും ആളെ കൂട്ടി വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറുമാണ് കൂട്ടിയിടിച്ചത്. ശ്രീത്തിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീത്ത്, ഞാൻ നേരത്തെ ചോദിച്ചത് ഈ മുറിഞ്ഞകൽ എന്ന് പറയുന്ന സ്ഥലം, അത് പുനലൂർ മൂവാറ്റുപുഴ ദേശീയപാതയിലെ സ്ഥലമാണ്.
ഈ പനയമ്പാടത്ത് നമ്മൾ കണ്ടതാണ് പാലക്കാട്. അവിടെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് പ്രശ്നമുണ്ടാക്കിയത്. ഇവിടെ എന്താണ് ഈ മുറിഞ്ഞകലിലേക്കൊരു സ്ഥിതി? അവിടെ മുൻപ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മരണം സംഭവിച്ചിട്ടുണ്ടോ? അത്തരം വിശദാംശങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ ശ്രീത്? ഈ പ്രജിൻ ആദ്യമേ ചെറിയൊരു തിരുത്ത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയാണ്, ദേശീയപാതയല്ല. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ച രണ്ടാമത്തെ കാര്യം, നിരവധി അപകടങ്ങൾ നടക്കുന്ന മേഖല മുറിഞ്ഞകൽ എന്ന് പറയുന്ന ഈ മേഖലയിൽ ഇതുവരെ ഈ പ്രദേശത്തുണ്ടായിട്ടില്ല. പക്ഷേ ഇതിന് പുറകിലും അതിന് മുൻപിലുമൊക്കെയായി നിരവധി അപകടങ്ങൾ നടക്കുന്ന ഒരു മേഖല തന്നെയാണ് ഈ പ്രദേശം. തൊട്ടപ്പുറത്താണ് കലഞ്ഞൂർ കൂടൽ മേഖല. ആ കലഞ്ഞൂർ കൂടൽ മേഖലയിലൊക്കെ വലിയ തോതിലുള്ള അപകടം നടക്കാറുണ്ട്. കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്താണ് ഒരു KSRTC ബസ്സിലേക്ക് ഒരു ആംബുലൻസിൽ രോഗിയുമായി വന്ന ആംബുലൻസ് തെന്നി മാറി ഇടിച്ച് അത് രോഗിയുടെ കൂട്ടിരിപ്പുകാരിക്കും അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റ സംഭവമടക്കം നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. ആ ഒരു പ്രദേശത്തിന് തൊട്ടപ്പുറത്തെ മേഖല തന്നെയാണ് ഈ മേഖല. അവിടെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. അതായത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ഭാഗത്തു കൂടെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങളുടെ വലിയൊരു പരമ്പര തന്നെ ചെയ്യാം എന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരു മരണക്കെണി ഒരുക്കി വെച്ചാണ് ഈ പാത നമ്മെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ശബരിമല തീർത്ഥാടന കാലം കൂടിയാണ്. സ്വാഭാവികമായി നിരവധി അയ്യപ്പന്മാരുടെ വാഹനം പല മേഖലയിൽ നിന്ന്, അത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും പല അയ്യപ്പന്മാരുടെ വാഹനം വരുന്ന ഒരു പ്രദേശമാണ്. അവർ നിരവധി ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ച് മാത്രമേ കേരളത്തിൽ നിന്ന് മടങ്ങാറുള്ളൂ, ശബരിമലയിൽ നിന്ന് മടങ്ങാറുള്ളൂ. അപ്പോൾ ഈ വഴിയിലൂടെ നിരവധി വാഹനങ്ങൾ, അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ, മണ്ഡലകാലം കൂടി ആയതിനാൽ അതും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളുടെ അമിത വേഗത, അതുകൂടാതെ ഈ റോഡിലെ അശാസ്ത്രീയമായ വളവുകൾ, സൈൻ ബോർഡ് ഇല്ലാത്തത്, ഇതൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. കൃത്യമായ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുന്നില്ല ഈ സംസ്ഥാന പാത ഉദ്യോഗസ്ഥർ എന്നൊക്കെ KSTP അധികൃതർ എന്നൊക്കെ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. വലിയ വളവ്, കൊടും വളവ്. ഇനിയിപ്പോൾ സൈൻ ബോർഡ് സ്ഥാപിച്ചാൽ തന്നെ റോഡ് അത്യാധുനിക രീതിയിൽ പണി കഴിപ്പിച്ചാണ് സ്വാഭാവികമായി ഒരു തരത്തിൽ ഇപ്പോൾ ആ വാഹനമൊക്കെ വരുന്നത് ഇവിടെ ആളുകളെ കണ്ട് മാത്രമാണ്. ഒരു എൽബോർഡ് വെച്ച വാഹനമൊക്കെ വളരെ കൃത്യമായ രീതിയിൽ പോകുന്ന കാഴ്ചയാണ്. കാരണം എൽബോർഡ് വെച്ച വാഹനമാണ്, പക്ഷേ അതും അതിൻ്റെ പരമാവധി വേഗതയിലൊക്കെ കടന്നു പോകുന്നൊരു കാഴ്ചയാണ്. ഇത് തന്നെയാണ് എല്ലാ മേഖലയിലും സംഭവിക്കുന്നത്. അമിത വേഗത, പിന്നെ പുലർകാലം. ഈ ഒരു അപകടത്തിൻ്റെ കാരണം നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുമ്പോൾ അയ്യപ്പന്മാരുടെ വാഹനം ഏതാണ്ട് അവരുടെ ദിശയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വാഹനം, അപകടത്തിൽ ഇടിച്ച വാഹനം പക്ഷേ ഇങ്ങോട്ട് ഈ പ്രദേശത്തേക്ക് തെന്നിക്കിടക്കുകയായിരുന്നു. അതിന് അർത്ഥം ഒരുപക്ഷെ ഓവർടേക്ക് ചെയ്തായിരിക്കാം. നേരം പുലർന്നു വരുന്നുണ്ട്. മറ്റ് ഈ പ്രദേശത്ത് CCTVകൾ ലഭ്യമായിട്ടില്ല. ഇനി മറ്റ് CCTVകൾ നോക്കിയാൽ മാത്രമേ എത്രത്തോളം വേഗതയിലായിരുന്നു ഈ വാഹനം കടന്നു വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാനാവുകയുള്ളൂ. എന്തായാലും നിരവധി അപകടങ്ങൾ നടക്കുന്ന മേഖല പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത. അതിൽ ഇത്തവണ മരണങ്ങൾ കാര്യമായി സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ആളുകൾക്ക് പരുക്ക് ഈ മണ്ഡലമാസം തീരുന്നതിന് മുൻപ് ഒരുപാട് പേർക്ക് പരുക്ക് സംഭവിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ ഒരു 4 മരണം. അത് മുറിഞ്ഞകൽ മേഖലയിൽ, ഗുരുമന്ദിരത്തിന് സമീപം മുറിഞ്ഞകൽ മേഖലയിൽ ഒരു വലിയ അപകടം നടന്നിരിക്കുന്നു. 4 പേർ, അവർ മല്ലശ്ശേരി സ്വദേശികളാണ്. അനു എന്ന യുവതിയെ മലേഷ്യയിൽ നിന്ന് വരികയായിരുന്ന അവരെ സ്വീകരിക്കാൻ വേണ്ടി പോയ ആളുകളാണ് തിരിച്ച് മടങ്ങി വരും വഴി ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. മാത്യു ഈപ്പൻ, നിഖിൽ മാത്യു ഈപ്പൻ, കൂടാതെ ബിജു, അനു ബിജു എന്നിവർക്കാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ അനുവിൻ്റെ പിതാവ് ബിജു എന്ന ആളാണെന്ന് മനസ്സിലാക്കുന്നു. നിഖിലിൻ്റെ പിതാവ് മാത്യു ഈപ്പൻ എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ നേരം പുലരുമ്പോൾ ഈ 4 പേരുകൾ, ഇവർ പ്രമാടം മല്ലശ്ശേരി സ്വദേശികളാണ് എന്നും മനസ്സിലാക്കുന്നു. പ്രമാടം PO മല്ലശ്ശേരി എന്ന ഒരു അഡ്രസ്സിൽ, ലൈസൻസിൽ ആ ഒരു അഡ്രസ്സാണ് നമ്മൾ ആ ഒരു ഘട്ടത്തിൽ കണ്ടത്. എന്തായാലും കോന്നി DYSP രാജപ്പൻ റാവുത്തർ അടക്കമുള്ള മുഴുവൻ പോലീസ് സംഘവും ഇവിടെ സ്ഥലത്തെത്തി. എത്രയും പെട്ടെന്ന് തന്നെ വാഹനങ്ങൾ മാറ്റാൻ കഴിഞ്ഞു. 10% ജീവൻ, 1% ജീവൻ ഉണ്ടായിരുന്ന ആ സ്ത്രീയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റാൻ, യുവതിയെ മാറ്റാൻ പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷേ അവരുടെ മരണവും തൊട്ടടുത്ത മുത്തൂറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി, അല്ലെങ്കിൽ അവിടെ എത്തിയപ്പോഴേക്കും സംഭവിച്ചു എന്ന ഒരു ദുഃഖകരമായ വാർത്ത ഈ സംസ്ഥാന പാതയിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. വളരെ വേദനാജനകമാണ്, സങ്കടകരമാണ്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തെക്കുറിച്ചൊക്കെ നാട്ടുകാർ നിരവധി തവണ പരാതിപ്പെട്ടതാണ്. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനി നിരത്തിൽ ഒരു ജീവൻ പൊലിയരുത് എന്ന് നമുക്ക് എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും ആശിക്കാം. ശ്രീനിത, പ്രജിൻ. വലിയ വേദനയുള്ള വാർത്തയാണ് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ നിന്നും വരുന്നത്. ശ്രീജിത്ത്, ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഈ കാറിൽ മറ്റു 2 യാത്രികർ കൂടി ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം തന്നെ അവർക്ക് എങ്ങനെയാണ് അവരുടെ ആരോഗ്യാവസ്ഥ? ശബരിമല തീർത്ഥാടകർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടോ? അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്?
ശ്രീനിത, കാറിൽ ആകെ ഉണ്ടായിരുന്ന 4 പേരുമാണ്. നിർഭാഗ്യവശാൽ വേദനിപ്പിക്കുന്ന കാര്യം, ആ 4 പേരും മരിച്ചു എന്ന വാർത്തയാണ്. മറ്റാരും തന്നെ കാറിൽ ഉണ്ടായിരുന്നില്ല. ശബരിമല തീർത്ഥാടകർ, അവർ ബസ്സിൽ ഏതാണ്ട് 50-ലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ 30-ലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിൽ ഒരാളുടെ കാലിന് ചെറിയ പരിക്കുണ്ട്, അല്ലാതെ മറ്റു പരിക്കുകളൊന്നും തന്നെ മറ്റാർക്കും സംഭവിച്ചിട്ടില്ല. വാഹനം ബ്രേക്ക് ചെയ്ത് നിർത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ബ്രേക്ക് ചെയ്ത് നിർത്തിയതിന് ശേഷം അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അവർക്ക് ബ്രേക്ക് ചെയ്യാനായി. അതുകൊണ്ട് തന്നെ മറ്റു രീതിയിൽ മറ്റൊരിടത്തേക്ക് നിയന്ത്രണം വിട്ടുപോയി ഇടിക്കുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. എന്തായാലും ഫയർഫോഴ്സ് ഇപ്പോൾ ആ റോഡ് പൂർണ്ണമായി വെള്ളമടിച്ച് ക്ലിയർ ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം, ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്താൻ കഴിഞ്ഞു. പക്ഷേ അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം, വാഹനത്തിൽ ആ സമയത്ത് ഹൈഡ്രോളിക് മെഷീൻ അടക്കം ഉപയോഗിച്ച് വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഈ